എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ കുളപ്പുറത്തുള്ള മൂസിംഗ് കാർസിലാണ്. ഇവിടെ ഏകദേശം എത്ര യൂസ് വാഹനങ്ങളുണ്ട്? ഇവിടെ നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരു 15ഓളം വാഹനങ്ങളുണ്ട്. അത് നമുക്ക് ഇന്നോവ തുടങ്ങില്ല. ഇന്നോവ ഏതാ മോഡലുണ്ട്? 2012-13 രജിസ്റ്ററിൽ വരുന്ന വി ഓപ്ഷന് റീ രജിസ്റ്റേർഡ് വണ്ടിയാണ്. ഏതാണ്? ഇത് ഡൽഹിയിലാ? തിരുവങ്ങാട് രജിസ്ട്രേഷനൊക്കെ റീ ആയതാണ്. ഫുള്ളൊക്കെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ നല്ല വണ്ടിയാ. 1,25,000 ഓട്ടം. പിന്നെ എന്താ പറയാ, റീപ്ലേസ് മെയിൻ ക്ലാസ് മാത്രം റീപ്ലേസ്. പിന്നെ എല്ലാം ജെനുവിൻ ക്വാളിറ്റിയാണ്. 4 ടയർ അത്യാവശ്യം ബട്ടണിലെ ടയർ ഉണ്ട്, പെയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 4 ടയർ അത്യാവശ്യം ഉണ്ട്. ഗ്രേ കളറിലുള്ള നല്ല വണ്ടി. ഇതിന് ആവശ്യപ്പെടുന്ന റേറ്റ് എത്ര? നമുക്കൊരു 5,80 ഫൈനൽ കൊടുക്കാം. 5,80 ഫൈനൽ. ഇത് ലോൺ കിട്ടുമോ? ലോൺ കിട്ടും. ഏകദേശം ഒരു 5,45 അടുത്ത് തന്നെ ലോൺ കിട്ടും. ഇപ്പൊ ചെറിയ എമൗണ്ടിൽ വണ്ടി ഇറക്കാം. ഇത് വീണ്ടും ഒരു ഇന്നോവ ഉണ്ട്. ഇതേത് മോഡലുണ്ട്? ഇത് 2007 റീ രജിസ്ട്രേഷൻ തന്നെയാണ്. 27 വരെ പേപ്പറുള്ള വണ്ടി. ഇതൊന്ന് റീ ഏതാണ്? ഇത് പിന്നെ എന്താ പറയാ, MH ആണെന്നാ തോന്നണത്. സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ചെറിയ വിലന്റെ വണ്ടി ആയതുകൊണ്ട് നമ്മള് ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. ഗോൾഡ് കളറിൽ നല്ല ഷേപ്പുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. പെയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റ് കവർ അത്യാവശ്യം നല്ല വൃത്തിയുള്ളതാണ്. ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയുണ്ട്. ടയറൊക്കെ ഉണ്ട്. ടയറൊക്കെ അത്യാവശ്യം ഉണ്ട്. ഇത് നമുക്ക് ഫൈനൽ എത്ര കൊടുക്കാം? നമുക്ക് 2,95,000 വണ്ടി കൊടുക്കാം. ചെറിയ പൈസക്ക് ഒരു 7 സീറ്റർ. ഇത് ലോൺ കിട്ടുമോ? ഇതിന് 7 സീറ്ററിന് ഇത് കിട്ടൂല. ഇത് 2007 ആയ കാരണം കിട്ടൂല. അടുത്തൊരു വാഗണറുണ്ട്. ഇതേത് മോഡലുണ്ട്? വാഗണർ 2010 VXI ഓപ്ഷനിൽ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. 80,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. എന്താ പറയാ, നമുക്ക് 2 ലക്ഷം റുപ്യ നമ്മൾ ചോദിക്കുന്നുണ്ട്. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. സീറ്റ് കവറൊക്കെ ചെയ്തിട്ടില്ല. സീറ്റ് കവർ കമ്പനി സീറ്റ് തന്നെയാണ്, കമ്പനി സീറ്റാണ്. നല്ല വൃത്തിയുള്ള ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. പുതിയ പേപ്പറാണ്. 2030 വരെ നമുക്ക് പേപ്പർ വാലിഡിറ്റി ഉണ്ട്. റീപ്ലേസ് ചെയ്യേണ്ടത്? റീപ്ലേസ് മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്. മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്. മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ല. ഇതൊക്കെ ആവശ്യപ്പെടും. ലാസ്റ്റ് 2 നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. എന്തെങ്കിലും ചെറിയൊരു മാറ്റത്തിലൊക്കെ കൊടുക്കാം. അടുത്ത ഡാറ്റ്സൺ റെഡിഗോ 2016 മോഡല് 4th ഓണർഷിപ്പാണ് വണ്ടി. 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടി ആക്സിഡന്റോ റീപ്ലേസോ ഒന്നുമില്ല. ഈ വണ്ടിക്ക് ഫുൾ ലോൺ കിട്ടും. 1,40,000 നമ്മൾ ആവശ്യപ്പെടുന്നത്. അത്രയും ലോൺ ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പൊ 0 ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കാം. അതിന് നല്ല സിബിൽ സ്കോർ ഒക്കെ ക്ലിയർ ഉള്ള ആളുകൾ വേണട്ടോ. വണ്ടി മേലെ അത്രയും കിട്ടും. ചെയ്യുന്ന ആളുകൾക്കും അതേപോലെ ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. പ്രൊഫൈലൊക്കെ നല്ല പ്രൊഫൈൽ വേണം. സീറ്റ് കവറൊക്കെ ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാ. AC പവർ സ്റ്റാറിങ്, 2 ഡോർ പവർ വിൻഡോ വരുന്ന വണ്ടിയാ. അടുത്തൊരു വൈറ്റ് കളർ റിഡ്സ് ഉണ്ടല്ല. 2013-14 രജിസ്ട്രേഷനിൽ വരുന്ന VDI വാഹനമാണ്. ഇത് ലിമിറ്റഡ് എഡിഷൻ ആണ്. പിന്നെ 3ാമത്തെ ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. 1,47,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ജെനുവിൻ ആയിട്ടുള്ള റണ്ണിങ് ആണ്. പിന്നെ എന്താ പറയാ, 3rd ഓണർഷിപ്പിൽ വരുന്ന ആക്സിഡന്റ് റീപ്ലേസും ഒന്നുമില്ല. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. ഇത് ഡീസൽ വാഹനമാണ്. VDI ഓപ്ഷനിൽ വരുന്നതാണ്. ഇത് ലോണൊക്കെ കയറുകയല്ല. ഇതില് നമുക്ക് എന്താ പറയാ 90% ലോണ് കയറും. ചെറിയ എമൗണ്ടിൽ ആവശ്യപ്പെടുന്നത് 2,65,000 രൂപ നമുക്ക് വേണം. 15,000 രൂപ കൊടുത്താൽ വണ്ടി ഇറക്കാം. വെറും 15,000 രൂപക്കാണ് 2.5 ലക്ഷം രൂപ ലോൺ ഇതിന് കിട്ടും. ഡീസൽ അതുകൊണ്ട് ഒരു 10-20 കിലോമീറ്ററോളം മൈലേജ്. 55 തിരൂർ രജിസ്റ്റർ ഓഫീസിന്റെ കീഴിൽ വരുന്ന വണ്ടിയാണ്. 2200 ഫാൻസി നമ്പറും കൂടിയാണ് വണ്ടിക്ക്. അടുത്തൊരു അൾട്ടോ ഉണ്ട്. ഏത് മോഡലുണ്ട്? ഇത് 2006 മോഡല്. 2006 മോഡല. പഠിക്കൽ പർപ്പസിനൊക്കെ പറ്റിയ ഒരു വണ്ടിയാണ്. AC പവർ സ്റ്റാറിങ് വരുന്ന വണ്ടിയാണ്. നമുക്ക് ഇതിന് ടാക്സും പുതിയ ഇൻഷുറൻസും കൊടുക്കാം. 5 കൊല്ലത്തെ ടാക്സും കൊടുക്കാം, പുതിയ ഇൻഷുറൻസും കൊടുക്കാം. ഒരു ലോ ബഡ്ജറ്റ് അൾട്ടോ ആണ്. നമ്മള് പഠിക്കൽ ആവശ്യത്തിനൊക്കെ പറ്റിയ വണ്ടി. ഇവര് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. AC പവർ സ്റ്റാറിങ് ഒക്കെ വർക്കിംഗ് ആണ്. ടയറൊക്കെ ഉണ്ട്. ടയറൊക്കെ ഉണ്ട്.
നമുക്ക് ഫൈനൽ എത്ര കൊടുക്കാം നമുക്ക്? നമുക്ക് 75,000 രൂപയ്ക്ക് കൊടുക്കാം. 25,000 റുപ്യക്കില്ല. അതേപോലെ 2009 രജിസ്ട്രേഷനിൽ വരുന്ന ബ്ലാക്ക് കളർ ആൾട്ടോ പവർ സ്റ്റാറിംഗ് ഉണ്ട്. 2009 ബ്ലാക്ക് ആൾട്ടോ ബ്ലാക്ക് കളറിൽ വരുന്ന 8 മോഡലാണ്, 9 രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടി. 29 വരെ പേപ്പർ വാലിഡിറ്റി ഉള്ള വണ്ടിയാണ്. ഇത് എത്ര കസ്റ്റമർ കൊടുക്കാം? ഇത് നമുക്ക് 90 റുപ്യക്ക് നമുക്ക് കൊടുക്കാം. നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി പക്കയാണ്. ബ്ലാക്ക് കളർ ആൾട്ടോ, ഒരു കരിമ്പാടി കുട്ടൻ, കരിമ്പുലി എന്ന് പറയില്ല, കരിമ്പുലി എന്നൊക്കെ പറയും. 90,000 റുപ്യക്കാണ് ഫൈനൽ. 90,000 എന്തെങ്കിലും ചെറിയൊരു പൈസ കുറച്ച് ചെറുതായിട്ട് കുറച്ച് കൊടുക്കാം. 11 മോഡല് അൾട്ടോ LXI സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഈ വർഷം അവസാനം ടെസ്റ്റ് വരുന്നതാണ്. നമുക്കിത് 1,10,000 വണ്ടി കൊടുക്കാം. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഫ്രണ്ടിലെ 2 ഡൺലപ്പിന്റെ പുതിയ ടയർ ഉണ്ട്. ബാക്കിലും അത്ര തന്നെ ക്വാളിറ്റി ഉള്ള ടയർ ഉണ്ട്. ഏകദേശമൊക്കെ ഡൺലപ്പ് അല്ല, അപ്പോളോന്റെ ടയറാണ് കേട്ടോ. പേര് മാറിപ്പോയതാണ്. അപ്പോളോന്റെ നല്ല കമ്പനി ടയറാണ്. കമ്പനി ടയർ അപ്പോളോന്റെ ഹൈ ക്വാളിറ്റി ടയറുകളിൽ വെച്ചുള്ള രാജാക്കന്മാരെന്നൊക്കെ പറഞ്ഞ മാതിരി ടയറിൽ വെച്ച് ഏറ്റവും നല്ല ടയറാണ്. നമുക്ക് എത്രയും കൊടുക്കാം? ഇത് നമുക്ക് 1,10,000 കൊടുക്കാം. 1,10,000. 11 മോഡലാണ്, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്, റീപ്ലേസ് ഒന്നുമില്ല. വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. അടുത്ത സ്ക്വാഡ് ഉണ്ടല്ല, സ്കോഡന്റെ യതിയാണിത്. ഇത് റെയർ ആണ് വണ്ടി. വളരെ കുറഞ്ഞ വണ്ടികൾ മാത്രമേ ഉള്ളൂ. 4 വീൽ ഡ്രൈവ് ആണ് വണ്ടി. 4 വീൽ ഡ്രൈവ് ആണ്. പിന്നെ എന്താ പറയാ, ഇത് ഒരു പ്രത്യേക വൈബാണ് ഈ വണ്ടി. AC പവർ സ്റ്റാറിംഗ്, പവർ വിൻഡോ, അലോയ് വീല്, ബാക്ക് ബൈഫർ, റിമോട്ട് ലോക്ക്, ലെതർ സീറ്റ് കവറ്, ഇങ്ങനെ കുറെ ഫെസിലിറ്റി ഒക്കെ ഉള്ള വണ്ടിയാണിത്. 4 ടയർ അലോയ് വീലല്ല. ഇതൊരു ഡോക്ടർ ഉപയോഗിച്ച വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. റിയർ ആക്സിഡന്റ് ഒക്കെ ഉണ്ട്, ക്ലീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 ടയറും ഒരേ ടയർ, ഹൈ ക്വാളിറ്റി ടയർ, നല്ല ടയർ. ഇപ്പൊ ഇതൊക്കെ ആൾക്കാർ അന്വേഷിച്ച് നടക്കുന്ന വണ്ടിയാണ്. ഇത് ഇതിന്റേതായ ഒരു ഇഷ്ടം വെച്ച് നടക്കുന്ന ആളുകളുണ്ട്. ഇത് നമുക്ക് എത്ര കൊടുക്കാം? നമുക്കിത് 3,65,000 കൊടുക്കാം. 2011 മോഡൽ വണ്ടിയാണ്. 11 അവസാനം. 3,60,000 ഫൈനൽ റേറ്റിലാണ്. നമുക്ക് നാനോ പർപ്പിൾ കളറിലുള്ള ഒരു നാനോ 2015 മോഡല് 16 രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടി. നാനോ ഫുൾ ഓപ്ഷന്, AC പവർ സ്റ്റാറിങ്, 2 ഡോർ പവർ വിൻഡോ, ഫോഗ് ലാമ്പ്, എന്താ പറയുക, ഡിക്ക് ഓപ്പൺ ഒക്കെ ഉള്ള ട്വിസ്റ്റ് മോഡല. ഫസ്റ്റ് ഓണറിലാണ് വണ്ടി ഉള്ളത്. 62,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഹൈ ക്വാളിറ്റി വണ്ടി, അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഇത് എത്ര നമുക്ക് കൊടുക്കാം? നമുക്ക് 1,10,000 പുതിയ ഇൻഷുറൻസിൽ വണ്ടി കൊടുക്കാം. സൈലോ 2010. സൈലോ 2010 പുതിയ പേപ്പറാണ്. ചെറിയ പൈസക്ക് 7 സീറ്റർ മോഡൽ കൂടിയ വണ്ടിയാണ്. ഈഗിൾ എഞ്ചിൻ വരുന്ന വണ്ടിയാണിത്. ഈ എഞ്ചിന് കുറച്ച് ഡിമാൻഡുള്ള എഞ്ചിനും കൂടിയാണ്. അത്യാവശ്യം ക്വാളിറ്റിയിലെ വണ്ടിയില്ല സൈലന്റ്. ഇത് എത്ര ആവശ്യപ്പെടുന്നുണ്ട് റേറ്റ്? ഇത് നമ്മൾ 1,90,000 ആവശ്യപ്പെടുന്നുണ്ട്. എന്തെങ്കിലും കുറച്ചൊക്കെ കൊടുക്കാം. ഒന്ന് വൃത്തിയാക്കാനുണ്ട് വണ്ടി. പോളിഷൊക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ടേ കൊടുക്കുള്ളൂ. ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ടാണ് ഈ നല്ല വൃത്തിയാക്കിയിട്ട് കൊടുക്കും. ഇതെത്ര ഫൈനൽ വെച്ച് കൊടുക്കാം? വൃത്തിയാക്കിയിട്ട് 1,90,000 നമുക്ക് വണ്ടി കൊടുക്കാം. അപ്പൊ ഏകദേശം എത്ര വണ്ടിയുണ്ട് ഇപ്പൊ? നമ്മളിപ്പോ ഒരു 10ഓളം വണ്ടികൾ ചെയ്തു. വണ്ടിയില്ലേ? ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഇവിടെ ഉണ്ട്. ഇത് വന്നിട്ട് നമ്മളെ കുളപ്പുറത്തുനിന്ന് കൊണ്ടോട്ടി റോഡിലേക്ക് 1 കിലോമീറ്റർ വന്നാല് AR നഗർ എന്ന് പറയും. AR നഗറാണ്. AR നഗറിലെ കോപ്പറേറ്റീവ് ബാങ്കിന്റെ അടുത്തായിട്ട് മുഹ്സിൻ കാർസ്. നമ്മളെ എയർപോർട്ട് റോഡിലാണ് ഈ സ്ഥലം. എയർപോർട്ട് റോഡില് കുഴപ്പമൊന്ന് കേറിയ പാടനാണ് AR നഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇപ്പൊ നമ്മളെ 2ാമത്തെ വീഡിയോ ആണ് ഇവിടെ ചെയ്ത്. അതെ ഷിബിലിന്റെ 2ാമത്തെ വീഡിയോ ആണ്. അപ്പൊ കാക്കായുടെ നമ്പർ നമ്മുടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ തന്നെ നമ്മളെ അടുത്ത വീഡിയോയിൽ കാണാം.